ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ കേരളത്തിൽ മഴക്കാലത്ത് 3 കാര്യങ്ങളാണ് പൊങ്ങി വരുന്നത്. 1 കൂണ്, 2 മുല്ലപ്പെരിയാർ ഇഷ്യൂ, 3 അഡ്വക്കേറ്റ് റസൽ ജോയ്. അത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. 2 ദിവസം മുമ്പാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് ഒരു ഇന്റർവ്യൂ കൊടുത്ത്. നമുക്ക് ആ ഒരു വീഡിയോ കാണാം. സാർ നമസ്കാരം. ഈ തവണ എന്തായാലും മഴ നേരത്തെയാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തോളമായി മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് സാർ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇത്രയും നാളത്തെ അനുഭവത്തിന്റെ ഇടയ്ക്ക് സാറിന് മലയാളിയുടെ ഇടയിലുള്ള പ്രതികരണം എന്തല്ല? അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ചോദിച്ചോ. നിങ്ങള് ഇത്ര നാളെ എവിടെയായിരുന്നു? ഞങ്ങള് കേരളത്തിൽ, നമ്മുടെ നാട്ടില്. ശരി. അപ്പോ ഞാനിവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഡൽഹിയിലുണ്ടാവും. നിങ്ങൾ നാളിതുവരെ വന്നൊരു ഇന്റർവ്യൂ നടത്തിയിട്ടില്ല. ഇല്ല. മഴ പിടിച്ചപ്പോ എന്താ വരാൻ കാരണം? ടെൻഷൻ കൂടുതലാണ്. മഴ പെയ്യുമ്പോഴാണ് മലയാളികൾ ഇതിനെ കുറിച്ച് ഓർക്കുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഈ പ്രവർത്തനത്തിലുണ്ട്. മഴയത്തും വെയിലത്തും മഞ്ഞത്തും മഴയത്തും തണുപ്പിലും ചൂടിലും എല്ലാം ഞാനുണ്ട്. മലയാളി ഒരു പ്രത്യേക സ്പീഷ്യസ് ആണ്, അല്ലേ? ലോകത്ത് ഇങ്ങനെ ഒരു സ്പീഷീസ് വേറെ ഇല്ല. മലയാളികളെ കുറിച്ച് എന്താ വിവേകാനന്ദൻ പറഞ്ഞത്? ഇപ്പോ വിവേകാനന്ദൻ 2ാമത് വന്നു എന്ന് വിചാരിക്കുക, അപ്പൊ എന്തു പറയും? സ്പീഡ് ജസ്റ്റ് ഒന്ന് കൂട്ടാം കേട്ടോ. ലോകത്തിലെ സ്പീഡ് ചെറുതായിട്ട് നമുക്ക് കൂട്ടാം. 1.5 ഇടാം നമുക്ക്. ഏറ്റവും പോഴന്മാർ, അല്ലെ, വിഡ്ഢികൾ ജീവിച്ച ഒരു സ്ഥലം, അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു സ്ഥലം എന്നാണ് പറയാൻ സാധ്യത. കാരണം എന്താണെന്നറിയോ? 130 വർഷം പഴക്കമുള്ള ഒരു ഡാമിന്റെ അടിയിൽ 50 വർഷം പഴക്കമുള്ള വേറൊരു ഡാമിന്റെ അടിയിൽ, ഇടുക്കി ഡാം, നമ്മൾ എന്തെല്ലാം പണിത് വെച്ചിട്ടുണ്ട്? സദേൺ നേവൽ കമാൻഡ്, അല്ലേ, നേവൽ ആർമമെന്റ് ഡിപ്പോ, കൊച്ചിൻ ഓയിൽ റിഫൈനറി, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനി, അല്ലേ, എയർപോർട്ട്, മെട്രോ. അപ്പൊ വിവേകാനന്ദൻ എന്ത് പറയും? എല്ലാം ഈ ഡാമിന്റെ അടിയിലാണ്. ഡാം ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ തീർന്നു. 1924 വലിയൊരു പ്രളയം ഉണ്ടായി. പുള്ളിക്കാരി ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിഷമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചിരിയാണ്. നമുക്കറിയാലോ, നമ്മളൊരു ഒരു ലെവൽ ഓഫ് പെയിനിന്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ വിഷമം വരുന്നുണ്ട്, നമുക്ക് ചിരിയായിരിക്കും വരിക. സെയിം തന്നെയാണ് പുള്ളിക്കാരൻ്റെ ഒരു വിഷമമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പുള്ളിക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് കോടതിയിലൊക്കെ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും ഫേമസ് ആവുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ടല്ല. ഈ പുള്ളിക്കാരൻ അതുകൊണ്ട് അങ്ങനെ ഫേമസ് ആവേണ്ട ആവശ്യമില്ല, കാരണം ഇത്ര എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ചെറിയ എന്തെങ്കിലും കോമളിത്തരം കാണിച്ചാൽ മതി. പുള്ളിക്കാരൻ ഇത്രയും എഫേർട്ട് ഇടുന്ന കേരളത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പുള്ളിക്കാരൻ പറയുന്നത് മിക്ക ആൾക്കാർ അംഗീകരിച്ചു കൊടുക്കില്ല. ഭയങ്കരമായിട്ട് പുള്ളിക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, പ്രോപ്പറായിട്ടൊന്നും പറയുന്നില്ല, ഇതൊക്കെ ചുമ്മാതാണ്, കുഴപ്പമൊന്നുമില്ല, ഡാമിന് കുഴപ്പമില്ല എന്നൊക്കെയുള്ള കാര്യം തന്നെയാണ് ഒരു ഇതായിട്ടുള്ള എല്ലാ പൊളിറ്റീഷ്യൻസും സംസാരിക്കുന്നത്. അത് അവരുടെ സൈഡൊന്ന് സേഫ് ഗാർഡ് ആക്കാനും ബാക്കി കാര്യങ്ങളും. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഈ ഒരു ഇഷ്യൂ ഇത്രയും അധികം ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല. അതും നമുക്ക് നോർമലായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ കോമൺ മെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് പുള്ളിക്കാരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം മഴ സമയമൊക്കെ ആയപ്പോഴത്തേനും പുള്ളിക്കാർ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആൾക്കാർ തേടി ചെല്ലുന്നു എന്നുള്ളതാണ്. കറക്റ്റാണ്, മഴ വരുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത്. മുല്ലപ്പെരിയാർ എന്തെങ്കിലും പറ്റുമോ പൊട്ടുമോ, നമ്മളൊക്കെ ചാവുമോ എന്നൊക്കെയുള്ളൊരു തോന്നുന്നത്. അതുവരെയൊന്നും ഇപ്പോൾ പറഞ്ഞ വരുന്നതിന് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധവടല്ല. നമ്മളുടെ സിനിമയും കണ്ട് ടി വിയും കണ്ട് ഓരോ ഗെയിംസൊക്കെ കളിച്ച് നടക്കും. പക്ഷെ മഴ വരുമ്പോഴത്തേനും നമുക്കൊരു പേടിയുണ്ട്, ഒരു ആദ്യമുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരും ആ ഒരു ടൈമിൽ തന്നെയാണ് ചെല്ലുന്നത്. അപ്പോഴാണ് ഈ ഒരു സാധനങ്ങളൊക്കെ പൊങ്ങി വരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ടൈമിൽ മാത്രമല്ല, റസൽ ജോയ് എപ്പോഴും ഒരു വർഷത്തിലെ എല്ലാ സമയം ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള പുള്ളിക്കാരൻ പറയുന്നത് അത്രയും ജെന്യൂൻ ആയിട്ടാണ് പറയുന്നത്. ആ പുള്ളിക്കാരൻ്റെ സംസാരത്തിലുണ്ട് ആ ഒരു നിസ്സഹായാവസ്ഥ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും എഫേർട്ട് ഇട്ടിട്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം പുള്ളിക്കാരൻ്റെ ഉള്ളിലുണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു വീഡിയോയിൽ കാണാനും പറ്റുന്നുണ്ട്. 1924 വലിയൊരു പ്രളയം ഉണ്ടായി. 99 വെള്ളപ്പൊക്കം എന്ന് കാരണവന്മാർ പറയും, ഇല്ലേ? എവിടം വരെ നശിച്ചെന്നറിയാം? കോഴിക്കോട് വരെ കേരളം തീർന്നു. പക്ഷെ അന്ന് വീടുകളൊക്കെ എങ്ങനെയാ? ഓലമേഞ്ഞ മെജോറിറ്റി ഓലമേഞ്ഞ വീടുകൾ. പള്ളിയൊക്കെ എങ്ങനെയാ? അതെ. 1924 ശബരിമല എങ്ങനെയായിരുന്നു, ഗുരുവായൂർ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. ഏതായാലും 1924 കേരളം സമ്പൂർണ്ണമായി നശിച്ചു. 99 വെള്ളപ്പൊക്കം. ഒരു മല അവിടെ പ്രത്യക്ഷമായി. നമ്മൾ മലകൾ ഒരുപാട് ഇവിടെ കണ്ടിട്ടുണ്ട്. ഇടുക്കി ചെന്ന ഒരുപാട് മലകൾ കാണാം, അല്ലേ? വൻമലകൾ. ഇടുക്കിയിലെ ഒരു വൻമലയായിരുന്നു കരിന്തിരി മല. അതൊരു നിമിഷം നേരം കൊണ്ട്
അതെ അതെ, ഒരു നിമിഷ നേരം കൊണ്ട് പോയി ആ മല തന്നെ അപ്രത്യക്ഷമായി. മുല്ലപ്പെരിയാർ ഡാമിന്റെ മുമ്പിൽ ഒരു മലയുണ്ട്, അത് അപ്രത്യക്ഷമായ എന്ത് സംഭവിക്കും? ആളുകൾ ഒന്നുമില്ലെന്ന് പറയാം അല്ലേ? തൊട്ടടുത്ത് മുമ്പിലുള്ള മല നിൽക്കുവോ? ഇല്ല. ഈ ഫോഴ്സിൽ ഇല്ല ഇല്ല. 850 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു മലയെ വഹിച്ചുകൊണ്ട് ഒരു വലിയ ജലപ്രവാഹം ഇങ്ങോട്ട് വന്നാൽ തൊട്ട് മുമ്പിൽ അടുത്ത മല നിൽക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. അതിന്റെ ഒരു ഫോഴ്സിൽ ഇങ്ങനെ വന്നാൽ മൊത്തം വല്ല ജീവജാലങ്ങളും പിന്നെ മനുഷ്യരും എന്ന് പറയുന്ന ഒരു സാധനം കാണില്ല. കാരണം വരുന്ന ചെളിയും മണ്ണും ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ ധാരണയുണ്ട്. അതായത് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒഴുകല്ല, വീഴുകയാണ്. 850 മീറ്റർ ഉയരത്തിൽ ഇത്രയൊക്കെ സാധനങ്ങൾ നിൽക്കുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി വളരെ ഗ്രേറ്റ് ആണ്. അത് കൈനറ്റിക് എനർജി ആകുമ്പോൾ എനർജി ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ലല്ലോ, അത്രയും എനർജി തന്നെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് മഴക്കാലം, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇത് മഴക്കാലത്ത് മാത്രം മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു വിഷയമല്ല. അതിന് മുന്നേക്ക് നമ്മൾ ചെയ്യണല്ലേ? മാത്രമല്ല എല്ലാ ചർച്ചകളും നിർത്തണം. എന്തൊക്കെ ചർച്ചയാണ് അല്ലേ ഈ നാട്ടിൽ നടക്കുന്നത്? ഒരുപാടുണ്ട്. TV ചാനൽസ് എല്ലാം വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയ പ്രയോഗം ഉണ്ടല്ലോ, അത് അടുപ്പ് കൂട്ടി ചർച്ച ഇല്ലേ? എന്താ ഇവർ ചർച്ച ചെയ്യുന്നത്? നമ്മളെ ഒന്നും ബാധിക്കാത്ത വിഷയം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പാട്ടിനെ കുറിച്ചാണ് ചർച്ച അല്ലേ? അല്ല, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. പാട്ട് നല്ലതാണ്, കേൾക്കുമ്പോൾ കുറെ ടെൻഷനൊക്കെ പോകും. ഇതാണോ നമ്മുടെ നാട്ടിലെ വിഷയം അല്ലേ? ഒരു ചാനലിൽ ഇരുന്ന ഒരാൾ പറഞ്ഞു, വേറൊരു പരിപാടിയെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഒരു വെള്ളപ്പൊക്കം ഉണ്ട്, അതായത് 1924, അതായത് 1999 വെള്ളപ്പൊക്കം, അതായത് കൊല്ലവർഷം 1099 മറ്റോ ആണ്. മലയാളം മാസം, മലയാളം കലണ്ടറിന്റെ ആ ഒരു ബേസിസിലുള്ളതാണ് 99 എന്ന് വരുന്നത്. അപ്പൊ അന്നത്തെ ഒരു വെള്ളപ്പൊക്കമാണ് പറയുന്നത്, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അതാണ് പറഞ്ഞത്. അത് തന്നെ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലം തന്നെ ഓൾമോസ്റ്റ് ഇല്ലാതായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ പിന്നെ ഇപ്പോഴത്തെ മൂന്നാർ അല്ല, അന്നത്തെ മൂന്നാർ, അന്നൊരു മല തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ആലപ്പുഴ അതുപോലെ തന്നെ ആ സൈഡിലോട്ട് പോകുന്നുണ്ടെങ്കിൽ കോഴിക്കോട് വരെയൊക്കെ ഇതിന്റെ ഒരു ഇമ്പാക്ട് വന്നിരുന്നു എന്നുള്ളതാണ്. ഞാൻ പണ്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ബേസിസിലുള്ള, പക്ഷെ അതെനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ വളരെ കുറച്ചാണ്. ഇപ്പൊ മുല്ലപ്പെരിയാർ ഒരു ഡാം വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും വളരെ കുറച്ച് വെള്ളമാണ് വന്നത്, എന്നിട്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായ ഒരു കലാമിറ്റി ഉണ്ടായത്. അപ്പം മുല്ലപ്പെരിയാർ ഒട്ടുമ്പോഴാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിക്കാനുള്ള ചാൻസസ്. പൊട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കാം എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇപ്പൊ പറഞ്ഞ വേറൊരു സോളിഡ് പോയിന്റ് ആണ്, ഇപ്പൊ നമ്മൾ TV വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഡിസ്കഷൻ വരുന്നത് ഒരു ബന്ധവും ഇല്ലാത്ത, നമ്മുടെ ജീവിതമായിട്ട് ഒരു ബന്ധവും വരാത്ത, അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഒരു സൊല്യൂഷൻ, ഒരു പാട്ട് അല്ലെങ്കിൽ ഒരാളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഡിസ്കഷൻ വരുമ്പോൾ അത് കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളോ പോസിറ്റീവ്ലി ഒന്നും തന്നെ നടക്കുന്നില്ല. കുറെ കുന്നായ്മകൾ പറയുന്നു എന്നതിൻ്റെ അപ്പുറം വലുതായിട്ടൊന്നും ആ ഒരു ഡിസ്കഷൻ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. സ്പൈസി കുറച്ച് സാധനങ്ങളുടെ അപ്പുറം ഒന്നും. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവൻ ജീവിക്കണമെങ്കിൽ, അതായത് മരിക്കാതിരിക്കണമെങ്കിൽ, സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും പ്രശ്നം വരാതിരിക്കണമെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് മുല്ലപ്പെരിയാർ ഇഷ്യൂ. പക്ഷെ അതാരും ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരു ചാനലും ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു വിഷമം തന്നെയാണ് പുള്ളിക്കാരൻ അത് പറയുന്നത്. നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അത് ഒരു റിലാക്സിങ് ക്യാപ്സൂളാന്ന് പറഞ്ഞു, എനിക്കും തോന്നിയിട്ടുണ്ട് അത് അങ്ങനെ തന്നെ. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, അവർ ചോദിക്കുമ്പോൾ പറയാം. നമ്മളെങ്ങനെ റിലാക്സ്ഡ് ആക്കി വെക്കലാണോ? ശരിക്കും നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ മാറ്റി നമ്മളെ റിലാക്സ്ഡ് ആക്കാനാണോ ഇവർ ശ്രമിക്കേണ്ടത്? ഒരിക്കലും അല്ല. കാരണം ഇത് നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രശ്നമാണ്, യുവാക്കളുടെ പ്രശ്നമാണ്, എന്നെ പോലെയുള്ള ആൾക്കാരുടെ പ്രശ്നമേ അല്ല. നാളത്തെ കുഞ്ഞുമക്കളുടെ പ്രശ്നമാണ് ഇത്. അതിനെക്കുറിച്ച് നമുക്ക് ആകുലത വേണം, ടെൻഷൻ വേണം. ആ ടെൻഷൻ ഇല്ലെങ്കിൽ എന്ത് പറ്റും? വിവേകാനന്ദൻ പറഞ്ഞ ആൾക്കാരായിട്ട് മാറും. ഭ്രാന്തന്മാർക്ക് ടെൻഷൻ ഇല്ല, ഒരു ടെൻഷനും ഇല്ല, ഫ്രീ ആയിട്ട് നടക്കാൻ അവര് അല്ലേ? മന്ദബുദ്ധികളാണെങ്കിൽ പോലും ടെൻഷൻ ഉണ്ടാവും, കുറച്ച് ബുദ്ധി ഉണ്ടല്ലോ. ഭ്രാന്തന്മാർക്ക് ഒരു ടെൻഷനും ഇല്ല. വിവേകാനന്ദൻ പറഞ്ഞത് അന്വർത്ഥമാക്കാൻ നടക്കുന്ന ആൾക്കാരാകരുത് മലയാളി. വിവേകാനന്ദൻ ഇന്ന് വന്നാൽ നമ്മൾ പറയണം, സ്വാമിജി അന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഞങ്ങൾ ഭ്രാന്തന്മാരല്ല, ഞങ്ങൾ മുല്ലപ്പെരിയാർ ഡാം അവിടെ നിന്ന് എടുത്ത് മാറ്റും, ഞങ്ങൾക്ക് ഭ്രാന്തില്ല എന്ന് ഞങ്ങൾ തെളിയിക്കും, ഞങ്ങളിത് മാറ്റിക്കളയും. അതാണ് ഈ നാട്ടിലെ ജനങ്ങൾ പറയേണ്ടത്, പ്രത്യേകിച്ച് യുവജനങ്ങൾ പറയേണ്ടത്. കാരണം നിങ്ങളാണ് ഇവിടെ ജീവിക്കാനുള്ളത്, നിങ്ങളൊക്കെയാണ് ജീവിക്കാനുള്ളത്. മുല്ലപ്പെരിയാറിന്റെ വിഷയത്തെ അന്ന് തുടങ്ങുമ്പോൾ ഡാമിന് കറക്റ്റാണ്. നമ്മുടെ ഒരു ഫോക്കസ് മാറ്റുക എന്നുള്ളത്, നമ്മുടെ മുല്ലപ്പെരിയാറാണ് ഏറ്റവും വലിയ ഇഷ്യൂ, ഇപ്പോഴത്തെ കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ അത് തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് കുറച്ച് എന്റർടൈൻമെന്റ്, പിന്നെ വലിയ ബന്ധമില്ലാത്ത കുറച്ച് ഒരു കുൽസായ്മ പരിപാടികൾ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മുടെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അത് ഡീവിയേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ടെൻഷൻ കുറയാൻ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കറക്റ്റാണ്, ഒരു ടെൻഷൻ വരണം. ഇനി എന്ത് സംഭവിക്കും, ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, ആൾക്കാരുടെ അവസ്ഥ എന്തൊക്കെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു കൺസേൺ എന്തായാലും വേണം. അത് സത്യം പറയാൻ എഫക്ട് ചെയ്യുന്ന ഒരു ആലപ്പുഴ വരെയുള്ള ആൾക്കാരൊന്നുമല്ല, കേരളത്തിലുള്ള എല്ലാവരും, ഇങ്ങേയറ്റം ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് വരെ അത് എഫക്ട് ചെയ്യുന്നുള്ളതാണ്. നിങ്ങളുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടാവാം,
അല്ലെ? വർക്ക് ചെയ്യുന്ന കമ്പനീസ് ചിലപ്പോൾ കൊച്ചി ആ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ പോലും കൊച്ചിയിലില്ല, അല്ലെങ്കിൽ കമ്പനി അവിടെ അല്ല, നിങ്ങൾ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ഫാമിലി മൊത്തം നിങ്ങളുടെ ഒരു വീട്ടിന്റെ ചുറ്റളവിൽ ഒരു 5 കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും എഫക്ട് ചെയ്യുന്നതായിരിക്കും. ഒരാൾ പോലും, കേരളത്തിലുള്ള ഒരാൾ പോലും എഫക്ട് ചെയ്യാതിരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കൃഷിയൊക്കെയായിട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളെ എഫക്ട് ചെയ്യും. അപ്പം അത്രയും വലിയൊരു കൺസേൺ ഉള്ളൊരു കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വിഷമം. ഭയങ്കര എന്താ പറയുക ബലശയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് 10 വർഷത്തോളം പിന്നിടുന്നുണ്ട്. ഇപ്പോൾ ഡാമിന്റെ സ്ഥിതി എന്താണെന്നാണ് സാർ ഭയങ്കര എന്താ പറയുക ജീവിക്കാനുള്ളത് നിങ്ങളൊക്കെയാണ് ജീവിക്കാനുള്ളത്. മുല്ലപ്പെരിയാറിന്റെ വിഷയത്തെ അന്ന് തുടങ്ങുമ്പോൾ ഡാമിന് ഭയങ്കര എന്താ പറയുക ബലശയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് 10 വർഷത്തോളം പിന്നിടുന്നുണ്ട്. ഇപ്പോൾ ഡാമിന്റെ സ്ഥിതി എന്താണെന്നാണ് സാറിന്റെ അഭിപ്രായം? വർഷം തോറും ഓരോ വർഷം ചെല്ലുന്നതോറും ബലം കൂടി വരുന്ന ഒരു ഡാമാണെന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡാം തലയിൽ വെക്കാവുന്ന കല്ലിന്റെ ഒരു ഭാരം ഉണ്ടല്ലോ, അങ്ങനെ കൽച്ചുമടായി കല്ലുകൾ കൊണ്ടുവന്ന് 2 സൈഡിലും കല്ലുകൾ ഇങ്ങനെ കെട്ടി നടുക്ക് നമ്മൾ റോഡൊക്കെ പണിയുമ്പോൾ ഇടുന്ന ചെറിയ മെറ്റൽസിലെ ആ മെറ്റല് സുർക്കി എന്ന് പറയുന്ന ചുണ്ണാമ്പും മണലും ഒരു പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി എടുത്ത സാധനം കൂടി കൂട്ടി ഒരു ബോണ്ടിങ് മോട്ടാറായിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് പണിതതാണ്. ഇതിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് ഒക്കെ പോയി. 130 വർഷം ചുണ്ണാമ്പ് കിട്ടും. 130 വർഷം കൊണ്ട് ഈ ബന്ധിപ്പിക്കുന്ന ഈ ഒരു സുർക്കി മോട്ടാർ ഉണ്ടല്ലോ, അത് പോടില്ല. അതുകൊണ്ട് ഡാമിൻ്റെ ഉള്ളു മുഴുവനും പൊള്ളയായിട്ട് റിവൈസസ് ഫോം ചെയ്തിട്ട് ഒരുപാട് സുഷിരങ്ങളുള്ള ഒരു സാധനം. അതാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം. അവിടെ ഈ ഇൻസ്പെക്ഷന് പോയ ഒരു എഞ്ചിനീയർ ഉണ്ട്, എൻ്റെ സുഹൃത്താണ്, പേര് പറയാൻ എനിക്ക് മടിയില്ല, കാരണം അദ്ദേഹം സുപ്രീം കോടതിയിൽ ഈ കാര്യം പറഞ്ഞ് അഫിഡവിറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ്. ശ്രീ ജോർജ് ഡാനിയൽ. അദ്ദേഹം പറഞ്ഞതാണെന്ന് വെച്ചാൽ ഒരു ലോറി കയറ്റി നിർത്താം ആയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ജോർജ് ഡാനിയൽ. അദ്ദേഹം പറഞ്ഞതാണെന്ന് വെച്ചാൽ ഒരു ലോറി കയറ്റി നിർത്താന്ന് ഈ സുഷിരത്തിൽ. എല്ലായിടത്തും അല്ല, പലയിടത്തും കയറ്റി നിർത്താം. ഫാൾസ് ഉണ്ടായിട്ടുണ്ട്. കാരണം സുർക്കി പോയി, കല്ലുകൾ ഇളകി. പിന്നെ ഈ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന കാലത്ത് ഇന്നത്തെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. ഈ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മുല്ലപ്പെരിയാർ ഡാം ഇൻസ്പെക്ട് ചെയ്ത ജോർജ് ഡാനിയൽ എന്ന് പറയുന്ന എഞ്ചിനീയർ, റസൽ സാറിൻ്റെ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞത് അതിൻ്റെ അകത്തുള്ള ഈ ഒരു നമ്മുടെ ഡാമിൽ തന്നെ ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇറോഷൻ സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ വേണമെങ്കിൽ ഒരു ലോറി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അത്രയ്ക്ക് ഇറോഷൻ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഡാമിൽ. അത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തായിട്ട്. അതൊരു നെയിം ഉൾപ്പെടെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി പുള്ളിക്കാരനാണെങ്കിൽ അഫിഡവിറ്റ് കൊടുക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് സുപ്രീം കോടതി. അപ്പോൾ എന്തായാലും ഇതൊന്നും കള്ളമാകാനുള്ള ചാൻസേ ഇല്ല. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കള്ളം സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ പറയില്ല. വിത്ത് ഒരു പേഴ്സന്റെ പേര് വെച്ചിട്ട് ഒരിക്കലും പറയുമെന്ന് തോന്നുന്നില്ല. ഈ പുള്ളിക്കാരൻ പറയില്ല, അത് വേറെ കാര്യം. സോൾഡ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ശരി, ആക്ടിവിസ്റ്റ് ആണെങ്കിലും ഇതിന് എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഒരു ന്യൂസ് ചാനലാണെങ്കിൽ തന്നെ എത്ര സോളിഡ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നു, ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള കാര്യം നോക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് എല്ലാവരും പറയുന്നത് ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല, ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതിൻ്റെ അപ്പുറം ഇത് കറക്റ്റാണോ ശരിയാണോ തെറ്റാണോ ഈ പറയുന്നത് എന്ന് ഒരാൾ പോലും നോക്കുന്നില്ല എന്നുള്ളതാണ്. മുല്ലപ്പെരിയാർ ഡാം നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ പോലും ഇല്ല. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അവിടെ ചെറിയ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ചെറിയ പ്ലംബിംഗ് വർക്ക് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പൂശുകാലിൽ ചെറിയ എന്തെങ്കിലും വർക്ക്സ് ചെയ്തിട്ടുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരുണ്ട് ആ ഒരു സ്ഥലത്ത്. മുല്ലപ്പെരിയാറിൽ താമസിക്കുന്ന ജനങ്ങൾ അവർ പറയുന്നത് എന്താണ്, അവരുടെ ഇൻ്റർവ്യൂസ് നമ്മൾ നെറ്റ് നോക്കി നമുക്ക് കാണാൻ പറ്റും. അവർ തന്നെ പറയുന്നത് അവർ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഓരോ മെയിൻ്റനൻസിന് വേണ്ടി പോകുമ്പോഴത്തേന് അവർ കണ്ടിട്ടുണ്ട് ക്രാക്സ്, അവർ കണ്ടിട്ടുണ്ട് വെള്ളം ലീക്ക് ചെയ്യുന്നത് അവർ കണ്ടിട്ടുണ്ട്. അവർക്ക് തന്നെ പേടി വന്നു എന്നുള്ള രീതിയിൽ പറയുന്ന ഇൻ്റർവ്യൂസ് നെറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും കള്ളമല്ല. റസൽ സാർ പറയുന്നത് സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, വിത്ത് എവിഡൻസ് ആണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്നിട്ട് പോലും ഇവിടെയുള്ള ആൾക്കാർ അത് ഒരു ടേക്കപ്പ് ചെയ്യുന്നില്ല. അത് ജസ്റ്റ് ഇറ്റ്സ് നത്തിങ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ എങ്ങനെ പറയുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഗവേണിംഗ് ബോഡീസിന്റെ കൂടെയും നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഉണ്ടായിട്ടുണ്ട്. കാരണം സുർക്കി പോയി, കല്ലുകൾ ഇളകി. പിന്നെ ഈ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന കാലത്ത് ഇന്നത്തെ എക്യുപ്മെന്റ്സ് എല്ലായിടത്തും അല്ല, പലയിടത്തും കയറ്റി നിർത്താം. ഫാൾസ് ഉണ്ടായിട്ടുണ്ട്. കാരണം സുർക്കി പോയി, കല്ലുകൾ ഇളകി. പിന്നെ ഈ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന കാലത്ത് ഇന്നത്തെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. അന്ന് പെനിക്കുക്ക് വന്ന് കുറച്ചൊക്കെ നടന്നു നോക്കി, ഇതാണ് പറ്റിയ സ്ഥലം മുല്ലപ്പെരിയാർ ഡാം എന്ന് പുള്ളി അങ്ങോട്ട് കരുതി വിശ്വസിച്ചു. ഇന്നാണെങ്കിൽ വിശ്വസിക്കില്ല. ഇന്നാണെങ്കിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന പ്രതലമല്ല ഇന്ന് മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന സ്ഥലം. അവിടെ ഒരിക്കലും പണിയത്തില്ല. അപ്പോൾ അവിടെ ഈ താഴെയുള്ള പാറകളിൽ ഉറച്ച പാറകളുണ്ട്, ഉറപ്പില്ലാത്ത പാറകളുണ്ട്. അപ്പം 105 അടി താഴെ ഒരു പരീക്ഷണവും ഒരു റിപ്പയറിങ്ങും ഒന്നും നടന്നിട്ടില്ല, നടത്താൻ പറ്റൂല. കാരണം എന്താ, അങ്ങനെയാ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് റിപ്പയറിങ് ചെയ്യാൻ പറ്റും? വെള്ളം ഇല്ലാത്തടത്ത് കുറെ പണിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ
അടിഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല. അവിടെയെല്ലാം കല്ലുകൾ, ഈ കല്ല് ഇതിന് ഭാരം ഉണ്ടല്ലോ, ഈ ഡാമിന്റെ മൊത്തം ഭാരമല്ലല്ലോ, അത് ഉറപ്പില്ലാത്ത പാറകളെല്ലാം ദ്രവിപ്പിച്ച് ചുണ്ണാമ്പും ദ്രവിപ്പിക്കും പാറകളെ. ചുണ്ണാമ്പിന്റെ പ്രവർത്തന ഫലമായി പാറകൾ ദ്രവിച്ചിട്ട് അതിലൂടെ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഏറ്റവും അടിഭാഗത്ത് ബോട്ടം സൈഡിൽ ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകിപ്പോണ്ട്. നിങ്ങൾക്ക് ഇത് ഞാൻ പറയണ്ട, നിങ്ങൾ അവിടെ നിന്ന് ഡാമിന്റെ ഫ്രണ്ടിൽ നിന്ന് ചതുപ്പ് കാണാം, ഇച്ചിരിയൊക്കെ മാറി. ഈ പോയ ചുണ്ണാമ്പൊക്കെ ഒരുപാട് ദൂരമായിട്ടല്ല ആദ്യം പോകുന്നത്, അത് അവിടെ ചതുപ്പായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചതുപ്പ് അവിടെ, അതുകൊണ്ടല്ലേ ആരെയും മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഇറങ്ങാതെ, ഒരാളെ അങ്ങോട്ട് കയറ്റാൻ തന്നെ ഇത് കാണും, ഈ ചതുപ്പ് കാണും. ഒരാന ഇറങ്ങി നിന്ന മുങ്ങി പോകുന്ന വിധത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഫ്രണ്ടിൽ ചതുപ്പുണ്ട്. അതെല്ലാം ഈ ഡാമിൽ നിന്ന് ഒഴുകി വന്ന സുർക്കി മിസ്തറാണ്. തമിഴ്നാട് ഗവൺമെന്റിനും തമിഴ്നാട് എഞ്ചിനീയേഴ്സിനും ഭയമാണ്. അവര് വേറൊരു പണി ചെയ്തല്ലോ, ഈ ഡാമിന്റെ മേലെ കൊണ്ടുവന്ന് ഒരു വേറൊരു ഡാമാണ് ചാരി വെച്ചിരിക്കുന്നത്. എന്തോ എനിക്കിത് മനസ്സിലായിട്ടില്ല, എന്തോന്ന് ടെക്നോളജിയാണെന്ന്. അതായത് നിലവിലുള്ള മേസൺട്രി ഡാം, കോമ്പസിറ്റ് ഡാം, അതിനോട് ചേർന്ന് വേറൊരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് ചാരി വെച്ചിരിക്കുന്നു. എൻ്റെ ഒരു കോമൺ ബുദ്ധി വെച്ചിട്ട് ചാരി വെച്ചാൽ വില കുറയാലോ ചെയ്യണത്, അല്ലേ? നിലവിലുള്ള ഒരു സാധനത്തെ കൊണ്ട് വേറൊരെണ്ണം ചാരി വെച്ചാൽ അതും താഴ്ത്തി എന്താ പറയാ, ഈ പൈലിംഗ് ഒന്നും നടത്താൻ പറ്റൂല. അപ്പോൾ അതായത് വേറൊരു ഡാം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക, അത് താഴ്ത്തി പൈലിംഗ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്തത് വീഴും. രണ്ടാമതൊരു ഡാം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് പോസിബിൾ ആണ്. അത് ഇപ്പൊ ടെക്നോളജി ഭയങ്കര ഡെവലപ്ഡ് ആണ്. ഞാൻ ഡാമുകൾ ഉണ്ടാക്കുന്നതിനെല്ലാം എതിരാണ് സത്യത്തിൽ. ഒരു ഡാമും കേരളത്തിൽ വേണ്ടാന്നുള്ള അഭിപ്രായം. ഇലക്ട്രിസിറ്റിക്ക് നമ്മുടെ സൗരോർജ്ജം മതി, പിന്നെ വിൻമിൽസ് മതി, ഈ കാറ്റാടി യന്ത്രങ്ങൾ മതി, സൗരോർജ്ജം മതി. ജർമ്മനി, ഓസ്ട്രിയ, നെതർലാൻഡ്സ്, അവിടെ ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങളാണ്. അവിടെ ഇപ്പൊ കാണുന്ന ഈ വെളിച്ചം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കാണുന്ന ഈ വെളിച്ചം, അതായത് പുലർകാലെ ഒരു 6 മണിക്കൊക്കെ ഉള്ള വെളിച്ചത്തിൽ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ ഒരു 2-3 മാസം മുമ്പ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ സൂര്യാഘാതം ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ. ഇഷ്ടം പോലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഈ വൈദ്യുതി നമുക്ക് വിറ്റ് പണം സമ്പാദിക്കാൻ പറ്റും. ഒരു ഡാമിന്റെ ആവശ്യമില്ല. ഡാമുകളാണ് കേരളത്തെ തകർത്തത്. ഇറിഗേഷന് നമ്മുടെ പുഴകളിൽ നിന്നെല്ലാം ചെറിയ തോട് വെട്ടി കൃഷിക്ക് വെള്ളം കൊണ്ടുപോയാൽ മതിയാവും. ഈ തമിഴ്നാടിന് വേണ്ടി തന്നെയല്ലേ ഈ ജലസേചനം, അവരുടെ ഒരു കൃഷിക്ക് വേണ്ടിയല്ലേ ഇതുണ്ടാക്കി ഡാം ഉണ്ടാക്കിയേക്കുന്നത്. അതാണ് തമിഴ്നാടിന് വേണ്ടി ജീവിക്കുന്ന കുറച്ച് ജനങ്ങൾ, അതാണ് കേരളത്തിലെ ജനങ്ങൾ. എന്താ വിവേകാനന്ദൻ പറഞ്ഞത്? കേരളം ഒരു ഭ്രാന്താലയമാണ്. തമിഴ്നാടിന് വേണ്ടി ജീവിക്കുന്ന ജനങ്ങൾ, അതായത് നമ്മുടെ വെള്ളം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുവരും, എല്ലാ വീടുകൾക്കും ജലം കൊടുക്കും, എന്നിട്ട് പണം വാങ്ങും. വ്യവസായത്തിന് ഈ വെള്ളം കൊടുക്കും, എന്നിട്ട് പണം വാങ്ങും. ഈ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും, അതും കാശാണേ. ആ വൈദ്യുതി നമുക്ക് വിൽക്കും. നമ്മുടെ വെള്ളത്തിൽ നിന്ന് 468 കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വെള്ളം തിരിച്ച് നമുക്ക് തന്നെ വിറ്റ് തമിഴ്നാട് കാശ് സമ്പാദിക്കുമ്പോൾ നമ്മളാരായി? പിന്നെ പറയാരായത്? നമ്മുടെ വെള്ളം അവിടെ കൃഷി നടത്തി, 2 തരം കൃഷിയുണ്ടേ. മലയാളിക്ക് ഒരു കൃഷി. ഈ പറഞ്ഞ ഭയങ്കര ഒരു സോളിഡ് കാര്യമാണ്. അതായത് നമുക്ക് ആ ഒരു സ്ഥലത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു റെന്റ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ 4096 കോടി ഇലക്ട്രിസിറ്റിയിൽ നിന്ന് മാത്രം ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്നാണ് പറഞ്ഞത്, റവന്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതല്ലാതെ തന്നെ ഇറിഗേഷൻ ആണെങ്കിലും ബാക്കിയുള്ള രീതിയിൽ വെള്ളം എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ഒരുപാട് 1000-ൽ കൂടുതൽ 1000+ ക്രോസിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ ഇവിടെ ഒരു വീഡിയോ കണ്ടത്. അത് നമുക്ക് കേരളത്തിന് കിട്ടുന്നതിൻ്റെ ഒരു ഇൻകം എന്ന് പറയാൻ പറ്റില്ല, ഒരു റെൻ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയുണ്ട്. അത് ഇത്രയും സ്ഥലം നമ്മൾ യൂസ് ചെയ്തതിൻ്റെയും ബാക്കി കാര്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരു വർഷത്തിൽ കിട്ടുന്നതിന് വളരെ ചെറിയൊരു എമൗണ്ടാണ്. അത് നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു എമൗണ്ടാണ് നമുക്ക് കേരളത്തിന് കിട്ടുന്നത്. ഇതിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഏറ്റവും കൂടുതലല്ല കംപ്ലീറ്റ് ബെനിഫിറ്റ് കിട്ടുന്നത് തമിഴ്നാടിന് തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. പുള്ളിക്കാരൻ പറഞ്ഞ കാര്യമാണ്, തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജനത എന്ന് പറയുന്നതിൽ അതിലൊരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഇത്രയും വലിയ ഒരു ക്രൈസിസിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്ന് പറയുന്ന അത്രയും വലിയ റിസ്കി ഒരു പോർഷനിൽ നിന്നിട്ട് പോലും ഇവിടെയുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവിടെ ബാക്കിയുള്ള ഒരു കോമഡി പരിപാടിയും കണ്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ആവശ്യമില്ലാത്ത എന്താ പറയുക ടോപ്പിക്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ന്യൂസിൽ നടന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു സംസാരമോ ഡിസ്കഷനോ ഒന്നും വന്നിട്ടില്ല. കണ്ടറിയാം എന്ത് സംഭവിക്കും നമ്മൾക്ക് എല്ലാവർക്കും. വേറൊരു കൃഷി, ആ വിഷലിപ്തമായ പഴങ്ങളും പച്ചക്കറികളും എല്ലാം കേരളത്തിൽ കൊണ്ടുവന്ന് വിറ്റ് അമിത ലാഭം ഉണ്ടാക്കുന്നവരാരാണ്? ആ വിഷം നിറഞ്ഞ പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇതാ കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ട് വേണം ഇതിനെക്കുറിച്ച് വിലയിരുത്താൻ. പരിശോധിക്കാതെ തമിഴ്നാടിന് സഹായം ചെയ്തു കൊടുക്കുന്നതാര്? 18ഓളം തമിഴ്മാർ പറഞ്ഞാട്ടെ, എനിക്കറിയില്ല, എന്നോട് പറഞ്ഞാണ്. ഞങ്ങൾ 18ഓളം അതിർത്തി സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പഴങ്ങളും പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അത് പരിശോധിക്കാതെ അതിന് വിഷമുണ്ടെങ്കിൽ തിരിച്ചയക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യം, ഇവിടുത്തെ കുഞ്ഞുമക്കളുടെ ആരോഗ്യം ഒരു ഉത്തരവാദിത്ത ബോധമുള്ള സർക്കാരാണെങ്കിൽ അത് പരിശോധിച്ച് വിഷമുണ്ടെങ്കിൽ തിരിച്ചയക്കണം. അങ്ങനെ ചെയ്യാതെ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ആരാ പറഞ്ഞോ?
നമ്മുടെ സർക്കാരുകൾ മാറി മാറി വെച്ച സർക്കാരുകൾ. അപ്പൊ നമ്മളാരായി? ശശിയായ സോമനായ. കാര്യമാണ് ഈ പറഞ്ഞത്. വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് പറഞ്ഞതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് പോലും ഇവിടെയുള്ള ഗവൺമെന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ചാനൽസ് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. റസൽ ജോയിനെ പോലെ വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇതിൽ ഇറങ്ങി നിന്നിട്ടുള്ളത്. അവർക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു കപ്പാസിറ്റി ഉണ്ടായിട്ട് പോലും അവരെ സപ്പോർട്ട് ചെയ്യാൻ എത്ര പേര് വരുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ക്വസ്റ്റ്യനാണ്. ഇത് മുല്ലപ്പെരിയാർ എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ 2018 വന്ന ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, വെള്ളപ്പൊക്കം എന്ന് പറയാൻ പറ്റുന്നതാണ്. 2018 അത് വന്നത് മാൻമെയ്ഡ് ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു ഷട്ടർ തുറന്നതിൻ്റെ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് പാസ്സായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇഷ്യൂസും ബാക്കി കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ, മുല്ലപ്പെരിയാർ ഇഷ്യൂ ഇത്രയും സോളിഡായിട്ട് റസൽ ജോയ് ഇത്രയും പറയുന്നത് വിത്ത് എവിഡൻസ് ആണ് പറയുന്നത്. വിത്ത് എവിഡൻസ് ആണ് പുള്ളിക്കാരൻ പറയുന്നത്. നേരത്തെ പറഞ്ഞ എഞ്ചിനീയർ മിസ്റ്റർ ഡാനിയലിൻ്റെ ആ ഒരു അഫിഡവിറ്റ് വരുന്നു എന്നൊക്കെ പറയുന്നതിന് ഒരിക്കലും കള്ളമായിരിക്കാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ അത്രയും സോളിഡായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പറഞ്ഞിട്ട് പോലും ആൾക്കാർ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല ഒന്നും വരില്ല എന്നുള്ള പ്രതീക്ഷയിൽ കിടന്ന് ഉറങ്ങുന്നു എന്നതിൻ്റെ അപ്പുറം ഒന്നുമില്ല. പ്രതീക്ഷ ഒന്നും വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേരളത്തിലുള്ള എല്ലാവരും ജീവിക്കുന്നത്. ഒന്നും സംഭവിക്കില്ല എന്നൊരു പ്രതീക്ഷയിൽ ജീവിച്ചാൽ മതി എന്നാണെങ്കിൽ ആയിക്കോട്ടെ. അല്ല, റസൽ ജോയിനെ പോലുള്ള ആൾക്കാർ മുമ്പിലോട്ട് വന്നിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വെച്ച് അനത്തിക്കൊണ്ടിരിക്കുക എന്നതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാനില്ല. എന്തായാലും ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് എത്തി നമുക്ക് എന്തായാലും ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് സായി പോപ്പിക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ അത്രയൊക്കെയുള്ള ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻറ്റിൽ ദെൻ ബൈ. Love from Tamil. Say something in Tamil, bro. Tamil Nadu is country, bro. Our Mullaperiyar pop മല്ലും തമിഴ്നാട് പോവാ. അവന്റെ മറ്റേ മന്ത്രിക്ക് മറ്റേ കളയാൻ പറ്റത്തില്ല. ഒരു നമ്മളെ കൊല്ലിക്കാൻ വേണ്ടി ചത്തു. ഞാനൊക്കെ ചത്തുകൂടാ. ഞാനൊക്കെ യൂട്യൂബിൽ ഇത്ര ആക്കി ഇപ്പഴാ വല്ല വന്നേ. വല്ല 10 പൈസ നേടാൻ തുടങ്ങിയപ്പോ മുല്ലപ്പെരിയാർ പണി കയറ്റി അവനൊക്കെ കൊല്ലാൻ നോക്കുവോ എന്നെ. ഞാനൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കട്ടാ. മുല്ലപ്പെരിയാർ